ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ച് ഇപ്പൊ തന്നെ റിട്ടയർഡായി UK സെറ്റിൽ ആയ ഒരു മനുഷ്യൻ ആണോ? ഭയങ്കര. കുറെ ആളുകൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ പുറത്തു വന്നതോടുകൂടിയിട്ട് കുറേം കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. എന്റെ ഫസ്റ്റ് ബിസിനസ് ശ്രീലങ്കയിൽ ഞാൻ അവിടെ റെസ്റ്റോറന്റ് റൺ ചെയ്തോണ്ടിരുന്ന. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യത്തെ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ആൾക്കാര്, ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്റെ റെസ്റ്റോറന്റ് തല്ലി തകർത്ത് എന്നെ കയറ്റി വിട്ടതാ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാനൊരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. എന്തൊക്കെ ഗുണ്ടകൾ അടിച്ചു വിട്ടത്? ലാൽക്കനും ലിംഷാക് മാനേജിംഗ് ഡയറക്ടർ, കൊട്ടാരം പോലത്തെ വീട്, കാറ്, ഡ്രൈവർ, കോപ്പാണ് കോപ്പ്. കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ബാധ്യത്തിനൊന്നും ഒരു കുറവില്ല. ഭയം ഉണ്ടാവുന്നു പിടിക്കപ്പെടുക? പിടിക്കപ്പെടുന്നില്ല. നമ്മള് കാമായിട്ടൊക്കെ കാര്യം പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഞാൻ. പിടിക്കപ്പെടുന്നില്ല. നമ്മളെങ്ങനെ പിടിക്കപ്പെടും? നമ്മൾ ഓരോരോ തട്ടിപ്പുകളെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യൂല്ലോ എന്നുള്ളത്. മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ വന്ന് മെന്റലി ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഇതൊന്നും കാണാനും കൂടെ ഉള്ളതാണ് എനിക്കില്ല. ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് കേട്ടില്ല ഇത് വിശ്വസിക്കുന്നത്, ഇത് ചിലപ്പോ സത്യമാണ് കള്ളമാണ്. ഞാൻ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതേ കോൺഫിഡൻസോട് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?